ഗസയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ശ്രമങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഹമാസ് മുന്നോട്ട് വച്ച നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായാണ് റിപ്പോർട്ട്. ഹമാസാണ് ഇക്കാര്യം അറിയിച്ചത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് കൈമാറാമെന്നാണ് ഹമാസ് അറിയിച്ചത്. എന്നാൽ ഈ നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസ് പറഞ്ഞു. സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറായാൽ ഗസയിൽ ബന്ദികളാക്കിയിട്ടുള്ള മുഴുവൻ പേരെ ഒരുമിച്ച് വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിച്ചത്. ഈ നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയാണ് വ്യക്തമാക്കിയത്. ബന്ദികളുടെ ജീവനല്ല നെതന്യാഹുവിന് വലുതെന്നും മറ്റു താൽപ്പര്യങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുള്ളതെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട 20 മിനിറ്റുള്ള വീഡിയോയിൽ അബു ഉബൈദ ആരോപിച്ചു. ആക്രമണം തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനമെങ്കിൽ മുന്നോട്ടു പോകാൻ തങ്ങളും തയ്യാറാണെന്ന മുന്നറിയിപ്പും ഹമാസ് വക്താവ് നൽകി. ഗസയിൽ ശക്തമായ ആക്രമണവുമായി മുന്നോട്ടു പോകാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ഗാസയിലെ 3 UN ഏജൻസികളുടെ തലവന്മാരുടെ വിസ പുതുക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. UN ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ്, ഓഫീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, UN റിലീഫ് ഏജൻസി എന്നിവയുടെ പ്രാദേശിക മേധാവികൾക്കാണ് വിസ നിഷേധിച്ചത്. ഇസ്രായേൽ നടപടിക്കെതിരെ UN ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി ടോം ഫ്ലെച്ചർ രംഗത്തു വന്നു. സിവിലിയന്മാർക്ക് സഹായം നൽകുന്നത് മാത്രമല്ല UN ഹ്യൂമാനിറ്റേറിയൻ വിഭാഗത്തിൻ്റെ ചുമതലയെന്നും ഫ്ലെച്ചർ പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് വേണ്ടി വാദിക്കുന്നതും UN ഹ്യൂമാനിറ്റേറിയൻ വിഭാഗത്തിൻ്റെ കർത്തവ്യമാണെന്നും സുരക്ഷാ കൗൺസിലിൽ ഫ്ലെച്ചർ വ്യക്തമാക്കി. ഗസയിൽ സഹായം ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം കുറയുന്നു. ഗസയിൽ ഏജൻസിയുടെ ദൗത്യം നിറവേറ്റുന്നതിൽ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. വിസ പുതുക്കാതിരിക്കുക അല്ലെങ്കിൽ വിസയുടെ കാലാവധി വെട്ടിക്കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും ഫ്ലെച്ചർ പറഞ്ഞു. ഗസ ഇസ്രായേൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ UN റിലീഫ് ഏജൻസിക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. ഹമാസിനൊപ്പം ചേർന്ന് UN റിലീഫ് ഏജൻസിയും ഇസ്രായേൽ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്. UN റിലീഫ് ഏജൻസിയിൽ ഹമാസ് പ്രവർത്തകർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന ആരോപണവും ഇസ്രായേൽ ഉയർത്തിയിരുന്നു. മാത്രമല്ല റിലീഫ് ഏജൻസി സ്റ്റാഫുകളിൽ ചിലർ ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചു. ഗസയിൽ ജനങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പലസ്തീൻ സ്ത്രീയുടെ വീഡിയോ പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് ഗസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമമാണ് നേരിടുന്നത്. അൽ ഷിഫ ആശുപത്രിയിൽ അഭയാർത്ഥിയായി കഴിയുന്ന സ്ത്രീയാണ് 5 ദിവസമായി പട്ടിണിയാണെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും വെളിപ്പെടുത്തിയത്. എനിക്ക് ഭക്ഷണം വേണം, 5 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, ഞാനിപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ്, എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, എൻ്റെ മറ്റു കുടുംബാംഗങ്ങൾ പല ഭാഗങ്ങളിലാണ്, അവരിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഒന്നും കഴിക്കാത്തതിനാൽ തല കറങ്ങുന്നുണ്ട്, കുറച്ച് നടക്കുമ്പോൾ തല കറങ്ങും, അതുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ച് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് വീഡിയോയിൽ സ്ത്രീ പറയുന്നത്. അതിനിടെ ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയവും ഇസ്രായേൽ തകർത്തു. പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുസ്ലിങ്ങളും ക്രൈസ്തവരും പള്ളിയിൽ അഭയം തേടിയിരുന്നു. ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിക്കും 2 സ്ത്രീകൾക്കും ഒരു മുതിർന്ന പൗരനുമാണ് പരിക്കേറ്റത്.